ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കട്ടപ്പനയ്ക്കടുത്തുള്ള കറുവാക്കുളം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആ ഗ്രാമത്തിൽ ഒരു വറ്റാത്ത കുളമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു കുളമാണ് അത്. കട്ടപ്പനയിൽ നിന്നും 5-6 കിലോമീറ്റർ മാത്രമുള്ളൂ കറുവാക്കുളം എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കറുവാക്കുളം. അപ്പോൾ അതുപോലെ ഹൈറ്റിൽ ഒരു മലയുടെ മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു കുളമെന്ന് വേണമെങ്കിൽ ഈ കറുവാക്കുളത്തെ ഈ കുളത്തെ നമുക്ക് പറയാം. കട്ടപ്പനയിൽ നിന്നും അമ്പലക്കവല റൂട്ടിൽ മേട്ടുക്കുഴി എന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് കറുവാക്കുളം എന്ന് പറയുന്ന ഗ്രാമം വരുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് ഏലമാണ്. A1 കാറ്റഗറിയിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഏറ്റവും നന്നായിട്ട് ഏലം കൃഷി ചെയ്യുന്നതും, അതായത് ഏലം വളരുന്നതും ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഏലയ്ക്ക കിട്ടുന്നതുമായ പ്രദേശങ്ങളെയാണ് A1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ A1 കാറ്റഗറി വരുന്ന ഒരു പ്രദേശമാണ് ഈ മേട്ടുക്കുഴി ഏരിയ. പോകുന്ന വഴിക്ക് മേട്ടുക്കുഴി മേട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നെരിയമ്പാറ ഭാഗമൊക്കെയാണ് ഈ കാണുന്നത്. നിറയെ മലകളും നല്ല അടിപൊളി ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ അത്. ഇപ്പം നമ്മൾ മേട്ടുക്കുഴി സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ കറുവാക്കുളത്തിന്. ഈ ഏലത്തോട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും വന്നിരുന്ന പണിക്കാരായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ജോലിക്കാര് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ സ്ഥിരതാമസമാക്കിയ ഒരു പ്രദേശമാണ് ഈ കറുവാക്കുളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ നടുക്കായിട്ട് ഏലത്തോട്ടത്തിലെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി അന്നത്തെ തമിഴ് ആൾക്കാർ പണിത ഒരു കുളമാണ് ഈ കറുവാക്കുളം കുളം. അങ്ങനെ നമ്മൾ കറുവാക്കുളം എന്ന് പറയുന്ന ആ അതിമനോഹരമായ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മനോഹരമായ കുളം. ഇതിൻ്റെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരെല്ലാവരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന്
കുടിയേറി പാർത്ത ആൾക്കാരാണ്, വർഷങ്ങൾക്ക് മുമ്പ് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. ഈ കുളത്തിൻ്റെ സൈഡിൽ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അതിമനോഹരമായ ഒരു കുളമാണ്. ഇതിൻ്റെ ചുറ്റും മലയാണ്. അപ്പോൾ ആ മലകളിൽ മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളം ഈ കുളത്തിലേക്ക് ഇവർ ശേഖരിച്ച് അങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏലകൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നു. ഒരു വലിയ മരം കണ്ടു കേട്ടോ. ആ മരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഈ തമിഴ് ആൾക്കാരാണെന്ന് തോന്നുന്നു, അവരിങ്ങനെ അവരുടെ ദൈവത്തിനെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയൊരു മരമാണത്. വർഷങ്ങൾ പഴക്കമുള്ള നല്ല പ്രായമുള്ള ഒരു മരമുത്തശ്ശിയാണെന്ന് തോന്നുന്നു കേട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയില്ല, തിരിച്ച് റിട്ടേൺ പോരുവാണ് ചെയ്തത്. തിരിച്ച് ഞങ്ങൾ കട്ടപ്പന ടൗണിലെത്തി. അപ്പോൾ ഇന്നത്തെ കറുവാക്കുളം വിശേഷങ്ങൾ, കറുവാക്കുളം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമവും ആ കൊച്ചു ഗ്രാമത്തിലെ അതിമനോഹരമായ ആ കുളവും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് കോഫി കുടിക്കാനായിട്ട് കയറി. ചേട്ടൻ കോഫിയും ഞാനൊരു ഷേക്കുമാണ് കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.